അങ്ങോട്ട് മാറി, നിങ്ങൾ മാറിക്കോട്ടെ. കളി നടക്കുന്നുണ്ടല്ലോ നിങ്ങള്. ചേട്ടൻ മാറാൻ നമ്മുടെ മൂവിയുടെ മറ്റു ടെക്നീഷ്യൻസും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ ചാക്കോച്ചിനോടൊപ്പം തന്നെ റംബോ തീപ്പൊരിയായിട്ട് നമ്മളൊരു സംഭവം ആ സ്ക്രീനിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, ഗോളടിക്കുന്ന ചാൻസുകള്, ഗംഭീരമായിട്ടുള്ള സേവുകള് എല്ലാം കണ്ട് ഞാനും ഹാപ്പി ആയിരുന്നു. ശരിക്കും 3 സിനിമകൾ കോഴിക്കോട് അഭിനയിച്ചപ്പോഴും, അപ്പോൾ സെവൻസ് എന്നൊരു സിനിമയാണ് ഞാൻ ഇതിന്റെ മുന്നണിയിലും പിന്നണിയിലുള്ള എല്ലാവർക്കും ഒരു നന്ദി അറിയിക്കുകയാണ്, അഭിനന്ദനം അറിയിക്കുകയാണ്. പക്ഷെ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം വേണം, സപ്പോർട്ട് വേണം. അത് കൊടുക്കുന്നതിന് നിങ്ങളോടും നിങ്ങൾക്ക് ഒരു വലിയൊരു കൈ ചെയ്യുകയാണ്. ഈ ഒരു ആവേശം അത് ഇവിടെ നിങ്ങളെ ടീമില്ലേ? ചെയ്യാം. മലയാളത്തിന്റെ ചോക്ലേറ്റ് നായകൻ പ്രിയപ്പെട്ട കുഞ്ചാക്ക ബോബൻ, കുഞ്ചാക്ക ബോബനെ ഏറെ സ്നേഹത്തോടെ മൈതാനത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടെ ഇനി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട അമലയെയും മൈതാനത്തേക്ക് ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ്, കൊടുവല്ലേ, ഹാപ്പി അല്ലേ? യെസ്, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ചാക്ക ബോബൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ആദ്യം തന്നെ നിങ്ങളുടെ ഗ്രൗണ്ടിലുള്ള മുഴുവനും ആളുകളോടും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. കാരണം ആസിഫ് അലി വന്നപ്പോഴും ചാക്കോച്ചൻ വന്നപ്പോഴും ഇത്രയും നല്ലൊരു ക്രൗഡ്, ഒരു വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ക്രൗഡാണ്. നമുക്ക് ആരും ഒരു ഡിസ്റ്റർബൻസ് ചെയ്യില്ല.
അപ്പൊ വളരെ സന്തോഷം. താങ്ക് യു എന്നാണ് അറിയപ്പെടുന്നത്. ആണ് ടൂർണമെന്റ് ഓർഗനൈസിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ടൂർണമെന്റ് കമ്മിറ്റി വൈസ് ചെയർമാൻ സാലി മുഗൾ, ടൂർണമെന്റ് കമ്മിറ്റി വൈസ് ചെയർമാൻ ഇഹാൻ ഷരീഫ്, ക്ലബ് മെമ്പർ ബഷീർ കാരാട്ട് എന്നിവർ അവരെ അനുഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം എല്ലാവരോടും പങ്കിടുകയാണ് ഈ അവസരത്തിൽ. കളി കാണുക എന്നുള്ളത് ഒരു ആഗ്രഹമാണ്. അതിൽ വലിയൊരു ആഗ്രഹം ഞങ്ങളുടെ ഒരു സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഈ വരുന്ന 20-ാം തീയതി റിലീസ് ആവുകയാണ്. അപ്പൊ അതിന്റെ ഒരു ട്രെയിലർ റിലീസ് ഇന്ന് കോഴിക്കോട് വെച്ച് നടന്നു. അതിന്റെ തുടർച്ചയായിട്ട് ഇവിടെ വരുമ്പോൾ ഇത്രയും ഗംഭീരമായ ഒരു സ്വീകരണം തന്നതിന് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ടീമിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു കൊടുവള്ളി, താങ്ക് യു എല്ലാവരോടും ഒരുപാട് നന്ദി. ഈ ഒരു സ്നേഹവും പ്രോത്സാഹനവും കൊണ്ട് മാത്രമാണ് 28 കൊല്ലം സിനിമയിൽ നിലനിൽക്കുവാനായിട്ട് എനിക്ക് സാധിച്ചത്. ആ സ്നേഹം തുടർന്നും നിങ്ങൾക്ക് തരുന്നത് നല്ല സിനിമകളിലൂടെയും നല്ല കഥാപാത്രങ്ങളിലൂടെയുമാണ്. അത് ഓഫീസർ ഡ്യൂട്ടിയിലും തുടരും എന്ന് തന്നെയാണ് വിശ്വാസം. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇതിന്റെ മുന്നണിയിലും പിന്നണിയിലും ഉണ്ട്.